Now, blood grouping. Previous slide we could see blood grouping, 4 types, that is ABO blood grouping, A blood group, B blood group, AB blood group and O blood group. It is based upon 2 surface antigen, A antigen as well as B antigen. Accordingly there are 2 antibodies also, A antibody as well as B antibodies. കഴിഞ്ഞ സ്ലൈഡിൽ ഒരു ചാർട്ട് തന്നിരുന്നു, അത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ബ്ലഡ് ഗ്രൂപ്പിൽ O blood group is considered as universal donor and AB blood group is considered as universal recipient. O blood ഗ്രൂപ്പിന് ആർക്കും ബ്ലഡ് കൊടുക്കാം, AB blood ഗ്രൂപ്പിന് ആരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. Okay, that is what is called blood grouping. And there is another antigen is also there. That is what is called a rhesus antigen, rhesus factor. Rhesus is the name of a monkey in which first time that antigen was found. Rhesus factor is an antigen found on RBC. Rh positive means presence of Rh factor and Rh negative means absence of Rh factor. Rh antigen ഉണ്ടെങ്കിൽ blood is Rh positive, Rh antigen ഇല്ലെങ്കിൽ Rh negative. Nearly 80% of the human are Rh positive. Okay. ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ നമുക്ക് കാണാം anti-Rh antibodies are not usually found. So Rh negative persons can receive Rh positive blood only once it is causes the development of an anti-Rh antibodies in his blood. So a second transfusion of Rh positive blood causes agglutination. Therefore Rh negative group should be matched before transfusion. നേരത്തെ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് സമാനമായ സംഗതി തന്നെയാണ്. Then there is a case called erythroblastosis fetalis. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും erythroblastosis fetalis. It's an Rh incompatibility problem between Rh negative blood of a pregnant mother and Rh positive blood of a fetus. Suppose just imagine ഒരു Rh പോസിറ്റീവ് ആയിട്ടുള്ള ഫാദർ Rh നെഗറ്റീവ് ആയിട്ടുള്ള മദറിനും ഒരു Rh പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടി ജനിക്കുന്നത് സങ്കല്പിക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഒന്നുകിൽ ഡെലിവറി സമയത്തോ മറ്റോ Rh പോസിറ്റീവായിട്ടുള്ള കുട്ടിയുടെ ബ്ലഡ് ഏതെങ്കിലും കാരണവശാൽ അമ്മയുടെ Rh നെഗറ്റീവായിട്ടുള്ള ബ്ലഡുമായിട്ട് കലരാൻ ഇടവന്നാൽ അമ്മയുടെ നെഗറ്റീവ് രക്തത്തിൽ ഒരു Rh ആൻറ്റിജൻ ഡെവലപ്പ് ചെയ്യും. ഈ Rh ആൻറ്റിജൻ പ്ലാസൻ്റയിലൂടെയും മറ്റും കടന്ന് കുട്ടിയുടെ രക്തത്തെ നശിപ്പിക്കാൻ കുട്ടിയെ കൊല്ലാം. ചിലപ്പോൾ ഈ Rh ആൻറ്റിജൻ അമ്മയുടെ രക്തത്തിൽ ഉണ്ടായി കുട്ടിയുടെ രക്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യത്തെ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷെ തുടർന്നുണ്ടാവുന്ന ഓരോ Rh പോസിറ്റീവ് രക്തമുള്ള കുട്ടിയും അപകടത്തിലാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് Rh ഇൻകമ്പാറ്റിബിലിറ്റി. എന്താണ് കേസ്? അച്ഛൻ Rh പോസിറ്റീവ്, അമ്മ Rh നെഗറ്റീവ്. ജനിക്കുന്ന കുട്ടി Rh പോസിറ്റീവ് ആണെങ്കിലാണ് ഈ പ്രശ്നം ഉണ്ടാവുക. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. Now we are moving to another topic, that is blood vascular system. നമുക്കറിയാം 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ഉണ്ട്: ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. Arteries, they carry blood from heart to different tissues. They contains oxygenated blood except for pulmonary artery. Their smaller branches are called arterioles. ഇത് ഓർത്ത് വെച്ചോളണം. സാധാരണത്തിൽ ആർട്ടറീസിലൂടെ കടന്നു പോകുന്ന ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്, പക്ഷേ പൾമണറി ആർട്ടറിയിൽ മാത്രം ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അളവ് കൂടുതലുള്ള, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറവുള്ള, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള എന്നാണ് അർത്ഥം. ഓക്കെ, ഈ ആർട്ടറീസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ആർട്ടറീസ് എന്ന ബ്ലഡ് വെസൽസിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതിന് 3 ലെയർ കാണാം: ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ. ട്യൂണിക്ക ഇൻറ്റിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ള ലെയർ, തിൻ ലെയർ, സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ട്യൂണിക്ക മീഡിയ എന്ന് പറഞ്ഞാൽ മിഡിൽ ലെയർ, സ്മൂത്ത് മസിൽസ് ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് അതിനകത്തുള്ളത്. ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ, ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ വിത്ത് കൊളാജൻ ഫൈബേഴ്സ്. ഇതാണ് അതിൻ്റെ 3 ലെയേഴ്സ്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഓക്കെ. എന്നാൽ വെയിൻ ആണെങ്കിൽ ഹൗ ഡസ് ഇറ്റ് ഡിഫർ? വെയിനിന് 3 ലെയേഴ്സാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞു അത് പിന്നെ ഡിയോക്സിൻ ബ്ലഡാണ് ക്യാരി ചെയ്യുക. അതിൻ്റെ ബ്രാഞ്ചസുകളെ വെന്യൂൾസ് എന്നാണ് പറയുക. വെയിൻസ് ആർ ഓൾസോ 3 ലെയർഡ് ബട്ട് ട്യൂണിക്ക മീഡിയ ഈസ് കമ്പാരിറ്റീവ്ലി തിൻ. 3 ലെയറാണുള്ളത്, പക്ഷേ അതിൻ്റെ മിഡിൽ ലെയറിലെ ട്യൂണിക്ക മീഡിയ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി തിന്നായിരിക്കും, മസിൽസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആർട്ടറി പോലെ വെയിൻസിന് സങ്കോച വികാസങ്ങൾ അത്രയും കാര്യക്ഷമമായി നടത്താൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ കാപ്പിലറീസ്. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് in tissues, arterioles divides into thin walled and single layered vessels. They are called capillaries. They unite with the veins. ഇത് ആർട്ടീരിയോൾസ് അവ ശാഖകളായിട്ട് മാറി വെയിൻസ് ആയിട്ട് മാറുന്നു. അത് പിന്നീട് വെയിനിയോൾസുമായിട്ട് ജോയിൻ ചെയ്ത് വെയിൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവ തമ്മിൽ ആർട്ടറിയും വെയിൻ തമ്മിലുള്ള കണക്ഷനാണ് ശരിക്കും കാപ്പിലറീസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഹാർട്ട്. Heart is mesodermally derived organs located in the mediastinum. നമുക്ക് പിന്നെ മുമ്പ് സീലം പഠിക്കുന്ന സമയത്ത് 3 ജേം ലെയേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എക്ടോഡം, മീസോഡം, എൻറ്റോഡം. ഇതിൽ മീസോഡെർമൽ ടിഷ്യൂസിൽ നിന്നുമാണ് ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻസ് ലൊക്കേറ്റഡ് ഇൻ ദ മീഡിയാസ്റ്റിനം. മീഡിയാസ്റ്റിനം എന്ന് പറഞ്ഞാൽ 2 ലങ്സിനിടയിലുള്ള സ്പേസാണ് മീഡിയാസ്റ്റിനം. ഈ സ്പേസിനാണ് മീഡിയാസ്റ്റിനം എന്ന് പറയുന്നത്. ഈ സ്പേസിലാണ് ഹാർട്ടിന് ചുറ്റും നമുക്ക് പെരികാർഡിയം എന്ന് പറഞ്ഞൊരു മെംബ്രെയിൻ കാണാൻ വേണ്ടി പറ്റും. ദറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഹാർട്ട്. പെരികാർഡിയത്തിനെ നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ ഒരു ഇലാബറേറ്റ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് പ്രൊട്ടക്ട് ഡബിൾ ലെയർഡ് പെരികാർഡിയം. ഇറ്റ്സ് പെരികാർഡിയൽ സ്പേസ്, that is between the pericardial membrane, is filled with the pericardial fluid. It reduces the friction between the heart walls and surrounding tissues. അതാണ് പെരികാർഡിയത്തിൻ്റെ ഫങ്ഷൻ. സ്ട്രക്ചർ ഓഫ് ദ ഹാർട്ട് ഈസ് 4 chambered. 2 upper chamber, atria എന്ന് പറയും, അല്ലെങ്കിൽ ഓറിക്കിൾസ്. പിന്നെ 2 lower chamber, വെൻട്രിക്കിൾസ് എന്ന് പറയും. ഓറിക്കിൾസ് അതിന് വേറെ പേരാണ് atria, മറന്നു പോകരുത്. ദ വാൾസ് കാർഡിയാക് മസിൽസ് ആണ്. ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ മച്ച് തിക്കർ ദാൻ ദാറ്റ് ഓഫ് ദ ആട്രിയ. വെൻട്രിക്കിൾസിൻ്റെ ഭിത്തി നല്ല തടിയുള്ളതാണ് പിന്നെ ഓറിക്കിൾസിൻ്റെ ഭിത്തിയേക്കാൾ. ആട്രിയ സെപ്പറേറ്റഡ് ബൈ ഇൻ്റർ ആട്രിയൽ സെപ്റ്റം. ആട്രിയ എന്ന് പറയുന്ന ഭാഗം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റർ ആട്രിയൽ സെപ്റ്റം വഴിയാണ്. ഓറിക്കിൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. വെൻട്രിക്കിൾസും അതേപോലെ സെപ്പറേറ്റ് ബൈ ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. 2 വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അഗെയിൻ ഹാർട്ട്. In between atrium and ventricle there is a thick fibrous atrioventricular septum with an opening. Atrioventricular septum നമുക്കാണ്. atrioventricular septum ഏട്രിയത്തിൻ്റെയും ഓറിക്കിൾസിൻ്റെയും വെൻട്രിക്കിൾസിൻ്റെ ഇടയിൽ നമുക്കൊരു ഭിത്തി കാണാം. ഓറിക്കുലോ വെൻട്രിക്കുലാർ അല്ലെങ്കിൽ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വാൾവ് കാണാം. ദാറ്റ് ഈസ് എ സെപ്റ്റം കാണാം വിത്ത് എൻ ഓപ്പണിംഗ്. Tricuspid valve. 3 muscular flaps are guarded the opening between the right atrium and the right ventricle. Right auriculum right ventriculum തമ്മിൽ ട്രൈകസ്പിഡ് വാൾവ് കാണാം. ഇതാണ് റൈറ്റ് സൈഡ്. റൈറ്റ് ഓപ്പണിംഗ് ആണ്. റൈറ്റ് ഓറിക്കിൾസിനും വെൻട്രിക്കിൾസിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് റൈറ്റ് അല്ലെങ്കിൽ ട്രൈകസ്പിഡ് വാൾവ്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് എന്താ വിളിക്കുക? ബൈകസ്പിഡ് വാൾവ് എന്ന് പറയും. ബൈകസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ് എന്നും കൂടെ അതിന് പേരുണ്ട്. 2 ഫ്ലാപ്സ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഓക്കെ, tricuspid and bicuspid valves allow the blood flow only in one direction, that is from atria to ventricles. Right ventricle has an opening to pulmonary artery and the left ventricle has an opening to aorta. These openings are guarded by semilunar valves. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് പൾമണറിയിലേക്കുള്ളതാണ്. ദിസ് ഈസ് വാട്ട് ഈസ് സെമി ലൂണാർ വാൾവ് കാണാം. അതുപോലെ തന്നെ അയോർട്ട ഓപ്പൺ ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നമുക്കൊരു ഓപ്പണിംഗ് കാണാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗാർഡഡ് ബൈ ആൻ ഓപ്പണിംഗ് കോൾഡ് സെമി ലൂണാർ വാൾവ്. അപ്പോൾ നമുക്ക് 3 വാൾവാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത്. ഹാർട്ടിനകത്ത് 3 വാൾവല്ല കുറേ വാൾവുണ്ട്. നമ്മളിപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത് ട്രൈകസ്പിഡ് വാൾവ് റൈറ്റ് സൈഡിൽ, ബൈകസ്പിഡ് വാൾവ് ലെഫ്റ്റ് സൈഡിൽ, പിന്നീട് സെമി ലൂണാർ വാൾവ്സ്. ഇവിടെ കാണാം പൾമണറി ആർട്ടറിയുടെയും അയോർട്ടയുടെയും ഓപ്പണിങ്ങിൽ നമുക്ക് സെമി ലൂണാർ വാൾവുകൾ കാണാൻ പറ്റും, ചന്ദ്രക്കലയുടെ ആകൃതിയുള്ളത്. ഓക്കെ, ഇതാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. നമുക്ക് കംപ്ലീറ്റ് കാണാം. നമുക്കിവിടെ കാണാം കുറേ ഫൈബേഴ്സ്. ഈ വാൾവിനെ കൺട്രോൾ ചെയ്യുന്ന ഫൈബറുകളാണിത്.
കോർഡ ടെൻറ്റിനെ എന്നൊക്കെ വിളിക്കുന്നു. കോർഡ ടെൻറ്റിനെ ആൻഡ് പാപ്പിലറി മസിൽസ് എന്നൊക്കെ പറയും. ഇത് വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്, വാൾവ് അടക്കാനും തുറക്കാനും സഹായിക്കുന്ന പിന്നെ മസിൽസാണ്. കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ സ്പന്ദനം എങ്ങനെയാണ്? ഹാർട്ടിൻ്റെ സ്പന്ദനം ഉണ്ടാക്കുന്നത് നോഡൽ ടിഷ്യൂ വഴി. ഹാർട്ടിന് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എന്ന് പറയുന്ന ഫിനോമിന ഉണ്ട്. ഇതിന് കറണ്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നോഡൽ ടിഷ്യൂ ആണ്. ഹാർട്ടിൻ്റെ പേശികളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് നോഡൽ ടിഷ്യൂ ബണ്ടിൽസ് ആൻഡ് ഫൈബേഴ്സ്. നോഡൽ ടിഷ്യൂസ് ആർ സ്പെഷ്യലൈസ്ഡ് കാർഡിയക് മസിൽസ് പ്രസൻറ്റ് ഇൻ ദ ഹാർട്ട് വാൾസ്. ദേ ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് നോഡൽ ടിഷ്യൂ ഉണ്ട്. ഒന്ന് SA നോഡ് എന്ന് പറയും, സൈനോ ഏട്രിയൽ നോഡ്. SA നോഡ്, സൈനോ ഏട്രിയൽ നോഡ്, ചുരുക്കിയിട്ട് SAN. ഇൻ ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ സൈഡിൽ, റൈറ്റ് ഏട്രിയത്തിൻ്റെ മുകൾ വശത്താണ് നമുക്ക് SA നോഡ് കാണുക, സൈനോ ഏട്രിയൽ നോഡ്. മറ്റൊന്ന് കാണുന്നത് AV നോഡാണ്, എട്രിയോ വെൻട്രിക്കുലാർ നോഡ്. എട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡ് ഇൻ ദ ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം ക്ലോസ് ടു ദി എട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. നമുക്കിത് എവിടെയാണ് കാണുക? ഇവിടെ കാണുക. ഈ രണ്ട് നോഡുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിന് സഹായിക്കുന്നത്. ഒന്ന് SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ്, മറ്റൊന്ന് എട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡ്. സോ ദീസ് ടു നോഡ്സ് ആർ അടുത്തടുത്താണ് നിൽക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ AV നോഡിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ബണ്ടിൽ താഴേക്ക് പോകുന്നേക്കാണ്. കാരണം ഈ കറണ്ട് SA നോഡിൽ നിന്നും പിന്നെ AV നോഡിലേക്ക് എത്തി. AV നോഡിൽ നിന്നും ഈ കറണ്ട് പിന്നീട് ഹൃദയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു പോകണം. അതിനുള്ള ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റമാണ് കാണുന്നത്. അവിടെ നിന്ന് നമുക്കൊരു ഫൈബർ, ഒരു ബണ്ടിൽ ഓഫ് ഫൈബേഴ്സ് പോകുന്നേക്കാണ് സാധിക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽസ് passes through the atrioventricular septa and divides into right and left branches. Each branches passes through the ventricular walls. Okay, so this